ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ട് കൊണ്ട് ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിന് മുമ്പിലത്തെ പാർട്ടുകൾ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന പെൻസിൽ ആർട്ട്ലൈൻ്റെ പെൻസിലാണ്. പേപ്പർ ഐവറി പേപ്പറാണ്, 210 GSM വരുന്ന പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. പെൻസിൽ നമ്മളിപ്പം ഷെയ്ഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തേക്കുന്നത് ഇവിടെ 4B പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് ഷെയ്ഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് അത്യാവശ്യം ഷെയ്ഡിങ് ഒക്കെ ചെയ്യാൻ ഈ പെൻസിൽ തന്നെ മതിയായിരിക്കും. പിന്നെ ഒരുപാട് ഡാർക്ക് ഷെയ്ഡ് വേണ്ട ഭാഗത്തൊക്കെ നമുക്ക് 6B ഒക്കെ യൂസ് ചെയ്താൽ മതി മാക്സിമം. 8B ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ നമ്മൾ ആദ്യം കണ്ണ് വരച്ച സമയത്തൊക്കെ ആ ഒരു കണ്ണ് ചുറ്റുമൊക്കെ നല്ല ഡാർക്ക് ഷെയ്ഡ് വരുന്ന ഭാഗത്തൊക്കെ നമ്മൾ 8B ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ 8B ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ കയ്യിലുള്ള 4B പെൻസിലോ അല്ലെങ്കിൽ 6B ആണെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ കയ്യിൽ നിങ്ങൾ ഓരോ ലെയറായിട്ട് ചെയ്താൽ മാത്രം മതി. കാരണം നമുക്ക് ആ ഒരു ഡാർക്ക്നെസ് കിട്ടണമെങ്കിൽ 2-3 ലെയറൊക്കെ അവിടെ ചെയ്യേണ്ടി വരും. 4B ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ. ഇല്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ 8B ഒക്കെ യൂസ് ചെയ്യുന്നെങ്കിൽ ആ ഡാർക്ക്നെസ് ഉള്ള ഭാഗത്ത് നമുക്കത് ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ഷെയ്ഡിങ് അവിടെ കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ ഒരു ഭാഗത്ത് കുറച്ച് ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത്. പിന്നെ അതിൻ്റെ മുകളിലോട്ട് നോക്കുകയാണെങ്കിൽ അതായത് നെറ്റിയുടെ ആ മുടിയുടെ കൂടെ ചേരുന്ന ഭാഗത്ത് കുറച്ച് ലൈറ്റ് അടിക്കുന്ന ഭാഗമുണ്ട്. അപ്പം അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. അവിടെ നമ്മൾ വലിയ രീതിയിൽ ഷെയ്ഡ് ചെയ്യുന്നില്ല, വെറുതെ ലൈറ്റ് ഷെയ്ഡ് മാത്രം അവിടെ കൊടുക്കുന്നുള്ളൂ നമ്മൾ. പിന്നെ നമ്മൾ ഈ ഒരു ഫോട്ടോയിൽ നോക്കുവാണെങ്കിൽ മൊത്തത്തിൽ നല്ല രീതിയിൽ ഷെയ്ഡ് ചെയ്യേണ്ട ഒരു ഫോട്ടോ തന്നെയാണ്. കാരണം അതിനകത്ത് നമുക്ക് ആ ഒരു ഇമേജ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടായിരിക്കും. അത് ആ താഴത്തെ ഭാഗത്തും അതുപോലെ കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ഷെയ്ഡ് ചെയ്യാനുണ്ട്. അതുപോലെ കണ്ണിൻ്റെ ചുറ്റുമുള്ള ഭാഗം നമ്മൾ നല്ല രീതിയിൽ ഷെയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നെറ്റിൻ്റെ ഭാഗം എടുക്കുകയാണെങ്കിലും കുറച്ച് ഭാഗം മാത്രം ഒരു ലൈറ്റ് ഷെയ്ഡ് വരുന്നത്, ബാക്കിയെല്ലാം തന്നെ ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത്. പിന്നെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗത്തും അത്യാവശ്യം ഡാർക്ക് ഷെയ്ഡ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ആ താടിയൊക്കെ വരയ്ക്കേണ്ട ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അവിടെ രോമങ്ങളെ നല്ല രീതിയിൽ കാണാൻ സാധിക്കുന്നില്ല. അപ്പം അവിടെയെല്ലാം നമ്മൾ മുടി വരച്ച് അങ്ങനെയാണ് ആ രീതിയിൽ തന്നെ നമുക്ക് വരച്ച് പോകേണ്ടതുണ്ട്. അപ്പം ബാക്കിയൊക്കെ ഈ പറഞ്ഞ പോലെ കുറച്ചൊക്കെ ഷെയ്ഡ് ചെയ്തെടുത്താലും മതി. ഫുള്ളായിട്ട് നിങ്ങൾ രോമം പോലെ വരയ്ക്കണമെന്നില്ല. കാരണം ആ കഴുത്തിൻ്റെയൊക്കെ ചേരുന്ന ഭാഗത്ത്, അതായത് കഴുത്തിൻ്റെയും ആ താടിയുടെയും കൂടെ ചേരുന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് പോയാൽ മതി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ നിങ്ങൾ ഷെയ്ഡ് ചെയ്യുന്ന ഭാഗത്തേക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. നമുക്ക് പേപ്പർ സ്റ്റാമ്പോ അല്ലെങ്കിൽ ബ്രഷ് എന്തെങ്കിലും ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. പിന്നീട് നമ്മളിപ്പോൾ ചെവിയുടെ ഈ ഭാഗത്തൊക്കെ വരയ്ക്കുവാണെങ്കിലും അവിടെ കൂടുതലായിട്ടും ഷെയ്ഡിങ് വരുന്നുണ്ട്, അതായത് നല്ല രീതിയിൽ ഡാർക്ക് ഷെയ്ഡൊക്കെ വരുന്നുണ്ട്. പിന്നെ ചെവിയുടെ ഉള്ളിലേക്കുള്ള കുറച്ച് ഭാഗത്ത് മാത്രം ലൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ കഴുത്തിൻ്റെ ഭാഗം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഭാഗത്തും നല്ല ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത്. പിന്നെ നിങ്ങൾ വരയ്ക്കുന്നതനുസരിച്ച് ഗ്രിഡ് ലൈൻസ് മായ്ച്ചിടെ പോവുക. അപ്പം ഫുള്ളായിട്ട് മായ്ക്കില്ല, ചെറുതായിട്ട് നമുക്ക് കാണുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ആ ഗ്രിഡ് ലൈൻസ് ഇട്ടേക്കുക. കാരണം നമുക്ക് ആ ഷെയ്ഡിങ് ചെയ്ത് നിർത്തേണ്ട അവിടെ വരയാന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഗ്രിഡ് ലൈൻസ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പം നിങ്ങൾ ഗ്രിഡ് ലൈൻസ് ഫുള്ളായിട്ട് മായ്ക്കാണ്ട് നിങ്ങൾ വരച്ച് തീരുന്നതനുസരിച്ച് മായ്ച്ച് പോയാൽ മതി. പിന്നെ ഡ്രോയിങ് വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾ വരച്ച് നോക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ വരച്ച് നോക്കുന്നുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ ഒന്ന് അയച്ചു തരിക. നിങ്ങൾ വരച്ച ഡ്രോയിങ്ങൊക്കെ മിക്കവരും എനിക്ക് അയച്ചു തരുന്നുണ്ട്. അപ്പം ചിലരൊക്കെ ഓരോ പാർട്ടായിട്ടാണ് എനിക്ക് അയച്ചു തരിക. കണ്ണ്, മൂക്ക്, അങ്ങനെ ഓരോ കാര്യങ്ങളും വരച്ചിട്ട് മിക്കവർക്കും അത് മിസ്റ്റേക്ക് വരുന്നുണ്ട്. അപ്പം ഞാൻ വീണ്ടും പ്രാക്ടീസ് ചെയ്യാമെന്ന് പറയാറ്. അപ്പം ചിലരൊക്കെ നല്ല രീതിയിൽ വരച്ച് കാണിക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് ഈ പറഞ്ഞ പോലെ വരച്ചിട്ട് ജസ്റ്റ് ഒന്ന് അയച്ചു തരാൻ പറ്റുമെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അതേപോലെ നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവില്ല, ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അവർക്കൊക്കെ എൻ്റെ വീഡിയോ യൂസ് ആകും. കാരണം നമ്മൾ ഓരോ പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു തന്നെയാണ് ഓരോ വീഡിയോക്കൊന്നും പോകുന്നത്. നമ്മൾ ഗ്രിഡ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഡ്രോ ചെയ്യുന്നത്. അതുകൊണ്ട് ഔട്ട്ലൈൻ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഓരോ വീഡിയോക്കൊന്നും പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ പറ്റുമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ.
അപ്പോൾ നമുക്ക് ഈ കഴുത്തിൽ കിടക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയ്ഡ് ചെയ്തെടുക്കണം. പിന്നെ ഡ്രസ്സ് കൂടെ ഒന്ന് ഷെയ്ഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതിന് ഫുള്ളായിട്ട് കാണിക്കുന്നില്ല, നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ അടിപൊളിയായിട്ട് ചെയ്താൽ മതി. അതിൻ്റെ പ്രത്യേകിച്ച് പറഞ്ഞ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളുടെ അടിപൊളിയായിട്ട് നിങ്ങളൊന്ന് ചെയ്താൽ മതി. വലിയ രീതിയിൽ ചെയ്യാമെന്നില്ല, ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് എടുത്താൽ മാത്രം മതി. വേറെ പ്രത്യേകിച്ച് എന്ത് ചെയ്യാനൊന്നുമില്ല. അപ്പം വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നുള്ളൂ. പിന്നെ ഡ്രോയിങ് പഠിക്കണമെന്ന് താല്പര്യമുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് യൂസ് ആകുന്ന ഒരുപാട് ഡ്രോയിങ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡ്രോയിങ് പഠിക്കാവുന്നുള്ളൂ. പിന്നെ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് മെസ്സേജായിട്ട് ചോദിക്കാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും.